സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേരള ഇക്കണോമിയുടെ ഒരു മാക്രോ ഇക്കണോമിക് ലാൻഡ്സ്കേപ്പ് ആൻഡ് സെക്ടറൽ ട്രെൻഡ്സ് ഇൻ കേരള ഇക്കണോമി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ നമ്മള് ആദ്യം നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ കേരള ഡെവലപ്മെന്റ് പാരഡൈം. സോ എന്താണ് ഈ ഒരു ന്യൂ കേരള ഡെവലപ്മെന്റ് പാരഡൈം? അപ്പം നമ്മൾ പല കാലമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു ഡെവലപ്മെന്റ് മോഡലായിരുന്നു ഈ ഒരു റീഡിസ്ട്രിബ്യൂട്ടീവ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു റീഡിസ്ട്രിബ്യൂട്ടീവ് ഗ്രോത്ത് മോഡൽ? റീഡിസ്ട്രിബ്യൂട്ടീവ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയറിനായിരുന്നു കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത്. ഇപ്പം അതിൽ നിന്ന് മാറി നമ്മളൊരു നോളജ് ലെഡ് പ്രൊഡക്ഷൻ ഇക്കണോമിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ന്യൂ കേരള ഡെവലപ്മെന്റ് പാരഡൈം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് വെച്ചാൽ ആസ് ഓഫ് 2026 കേരളാസ് റിയൽ GSDP ഗ്രോത്ത് ഇസ് റെക്കോർഡഡ് അറ്റ് 6.19%. ഈ ഒരു പെർസെന്റേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ GSDP ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം GDP എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആഭ്യന്തര വരുമാനമാണ്. അപ്പൊ അതൊരു നാഷണൽ ലെവലിൽ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മളിതിന് GDP എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പോ സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ നമ്മളതിനെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം കേരളത്തിലെ GSDP ഗ്രോത്ത് 6.19% ആണ്. അപ്പം ഇന്ത്യയുടെ നാഷണൽ ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്കും 6.5% ആണ്. അപ്പൊ നമ്മുടെ GSDP ഗ്രോത്ത് റേറ്റ് നാഷണൽ ആവറേജിനേക്കാൾ കുറവാണ് എന്നാണ് ഈ ഒരു ഫാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ പോകുവാണെങ്കിൽ സ്റ്റേറ്റ്സ് പെർ ക്യാപിറ്റ ഇൻകം സ്റ്റാൻഡ്സ് അറ്റ് 1,90,149. ഓക്കെ, ഈ ഒരു പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരു നമ്മൾ പോപ്പുലേഷനിൽ GSDP നമ്മൾ പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർ ഹെഡ് ഒരാളുടെ ഇൻകം ലെവലാണ് കാണിക്കുന്നത്. അപ്പൊ ഈ പെർ ക്യാപിറ്റ ഇൻകം കേരളത്തിന്റെ നമ്മുടെ നാഷണൽ ആവറേജിനേക്കാൾ സിഗ്നിഫിക്കന്റ്ലി ഹയർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ GSDP ഗ്രോത്ത് റേറ്റ് നാഷണൽ ആവറേജിനേക്കാൾ കുറവാണ്, പക്ഷേ പെർ ക്യാപിറ്റ ഇൻകത്തില് നമുക്കൊരു സുപ്പീരിയോറിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഫൈൻ. ഇനി നമുക്ക് നോക്കാനുള്ളൊരു ടേം എന്ന് പറയുന്നത് നോളജ് ലെഡ് പ്രൊഡക്ഷൻ ഇക്കോണമി. ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആണ്. അപ്പം നോളജ് ലെഡ് പ്രൊഡക്ഷൻ ഇക്കണോമി എന്ന് വെച്ചാൽ വെൽഫെയറിന് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഹൈ വാല്യൂ ക്രിയേഷൻ ആണ് നമ്മുടെ ലക്ഷ്യം. വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോളജ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ് പവർ യൂട്ടിലൈസ് ചെയ്ത് കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് നീങ്ങുക, അതാണ് ഈ ഒരു നോളജ് ലെഡ് പ്രൊഡക്ഷൻ ഇക്കണോമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ടേം എന്ന് പറയുന്നത് ഫിസ്ക്കൽ കൺസോളിഡേഷൻ എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മൾ ഡെഫിസിറ്റ്, നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3.16% ഓഫ് GSDP ആയിട്ട് നമ്മൾ കുറച്ചു. അപ്പൊ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒക്കെ അറിയാവുന്ന കോൺസെപ്റ്റ്സ് തന്നെ ആയിരിക്കും. ഫിസ്ക്കൽ ഡെഫിസിറ്റ് മെയിൻലി കാണിക്കുന്നത് നമുക്ക് എത്രയാണ് കടമുള്ളത് എന്നുള്ളതാണ്. അപ്പം അത് ഏകദേശം 3.16% ആയിട്ട് കുറച്ചു. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് കേരളം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ക്രിയേഷൻ ആണ്. സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ ജനറേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂവിന്റെ ആ ഒരു അളവ് അല്ലെങ്കിൽ വാല്യൂ കൂടും. റവന്യൂ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റ് റിസോഴ്സസിനെ ഈ ഒരു ഫണ്ടിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ നവകേരളം വിഷൻ ആണ്. ഈ നവകേരളം വിഷനകത്ത് നമ്മൾ പ്രധാനമായിട്ടും 3 പില്ലേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഹൈജീൻ, ഹൗസിംഗ്, ഇൻഡസ്ട്രിയൽ റീവൈറ്റലൈസേഷൻ. അപ്പൊ നവകേരളം എന്ന് പറയുന്നത് ഹൈജീൻ, ഹൗസിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ റീവൈറ്റലൈസേഷൻ. അപ്പൊ ഈ 3 പില്ലേഴ്സ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒരു മോഡേൺ കേരളത്തിന്റെ ഒരു വേർഷൻ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവ് കൊണ്ടുവരിക എന്നതുകൊണ്ടാണ് ഈ ഒരു നവകേരളം എന്ന പദ്ധതി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വിഷൻ, ആ ഒരു ലക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് വരുന്നുണ്ട്. നമ്മുടെ നീതി ആയോഗിന്റെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻഡെക്സിൽ കേരളം ഇപ്പോഴും എന്താണ് വളരെ ഹയർ റാങ്കിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞപ്പം ഇതുപയോഗിച്ച് ഈ ഒരു ഇൻഡെക്സ് കൂടി നിൽക്കുന്നതുകൊണ്ട് ഇതുപയോഗിച്ചുകൊണ്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ബേസ്ഡ് ബിസിനസിനെയൊക്കെ അത് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
Okay, now leveraging this to attract intellectual property based businesses. ഇനി അപ്പൊ ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെന്നാണ് വിശ്വസിക്കുന്നത്. മെയിൻ ആയിട്ടും ഒരു ഫിസ്ക്കൽ പില്ലേഴ്സ് ആണ് ഈ ഒരു ഫിസ്ക്കൽ കൺസോളിഡേഷൻ, അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ്, ആ ഒരു പോയിന്റ്സ് ഒക്കെ ഫിസ്ക്കൽ പില്ലേഴ്സിലാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ലീപ്പാണ്. ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് NH66 ഇപ്പം നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് NH66 എന്ന് പറയുന്നത്. അപ്പൊ ഈ NH66 നമ്മൾ ഏകദേശം അതിന്റെ എക്സ്പാൻഷനും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗെയില്, ഓക്കെ, നമ്മുടെ ഗെയിലിന്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പൈപ്പ് ലൈൻ വന്നതുകൊണ്ട് നമ്മുടെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് ഏകദേശം 15% ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലാസ് ലൈവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയാം, ഓഡിബിൾ ആണോ എന്ന്. ഓഡിബിൾ ആണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു. സോ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡിജിറ്റൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ആണ്. അപ്പം കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് ഫുള്ളി ഗവേൺഡ് സ്റ്റേറ്റ് ആണ്. അപ്പം ഗവേണൻസ് മൊത്തത്തില് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് വൈസ് നടപ്പിലാക്കിയ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് കേരളം. സോ ഇറ്റ് ഈസ് ഫെസിലിറ്റേറ്റിംഗ് എ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം ദാറ്റ് ഹാസ് സ്ലാഷ്ഡ് ബിസിനസ് അപ്രൂവൽ ടൈംസ്. ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾ ക്ലിയറൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഗവേണൻസ് വളരെയധികം ഒരു കോംപ്രിഹെൻസീവ് രീതിയിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ഗവേണൻസിൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ്, ഈ ഒരു ഏകജാലക സംവിധാനമൊക്കെ വഴി ബിസിനസ് അപ്രൂവൽസ് പെട്ടെന്ന് കിട്ടാൻ തുടങ്ങി. ഓക്കെ, ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഇതും ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പൊ കേരളം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 1 നോ പോവർട്ടി, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 3 ഗുഡ് ഹെൽത്ത്, അപ്പൊ ഈ രണ്ടെണ്ണത്തിലും കേരളം തന്നെയാണ് ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ ഇതിൽ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 1ഉം 3ഉം ഒന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കേരളം ഈ രണ്ട് കേസസിൽ, ഈ രണ്ട് ഗോൾസിലാണ് കേരളം ഇന്ത്യയിൽ തന്നെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. സോ അടുത്തത് നമ്മൾ എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ കേരളത്തില് ഗ്രീൻ ഹൈഡ്രജൻ ഹബ് പ്രോജക്ട് കൊച്ചിയിലും വിഴിഞ്ഞത്തും വന്നിട്ടുണ്ട്. അപ്പൊ ഇനിഷ്യലി അത് ഏകദേശം ഒരു 10,000 crore വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെ അട്രാക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ അത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കും, എന്നാൽ എഫിഷ്യൻസിയിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ കൊച്ചിയിലും വിഴിഞ്ഞത്തുമാണ് ഇങ്ങനെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അർബൻ റൂറൽ കണ്ടിന്യൂം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മെഗാ സിറ്റീസിനേക്കാൾ കൂടുതലും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഹബ്സ് വളരെയധികം കൂടുതലാണ്. അപ്പം ഇത്തരം ഡീസെൻട്രലൈസ്ഡ് ഇൻഡസ്ട്രിയൽ ഹബ്സ്, ഡീസെൻട്രലൈസേഷൻ എപ്പോഴും ഏത് തരത്തിലുള്ള ഒരു പ്രോസസ് ആണെങ്കിലും ഏത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് എഫിഷ്യൻസിയോടെ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പൊ ഡീസെൻട്രലൈസേഷന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ ഹബ്സ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ ഒരു എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഒക്കെ കൂട്ടാൻ പറ്റും. അപ്പൊ നമ്മുടെ കേരളത്തിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള മെഗാ സിറ്റീസ് നമുക്ക് അധികം കാണാൻ പറ്റില്ല. കൂടുതലും ഇത്തരം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഹബ്സ് ആണ് കാണുന്നത്. ഇനി MSME. സോ MSME എല്ലാവർക്കും അറിയാം, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. ഇപ്പം ഏകദേശം 2024-26 ആ ഒരു പീരീഡില് 1.4 lakh ന്യൂ MSMEs നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു. ഇത് ഏകദേശം 3 lakh ജോബ്സ് ആണ് ലോക്കലി ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ കോപ്പറേറ്റീവ് സ്ട്രെങ്ത് ആണ്. കോപ്പറേറ്റീവ് സ്ട്രെങ്ത് നമുക്ക് ഫസ്റ്റ് കോപ്പറേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് സഹകരണ ബാങ്കുകൾ. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ റൂറൽ ക്രെഡിറ്റിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഏകദേശം 1.5 lakh crore ആണ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് ഈ ഒരു കോപ്പറേറ്റീവ്സ് മാത്രം കേരളത്തിൽ ഹോൾഡ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് സോഷ്യൽ സേഫ്റ്റി നെറ്റ് ആണ്. സോഷ്യൽ സേഫ്റ്റി നെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അതിന്റെ ബഡ്ജറ്റിന്റെ ഓവർ 35%, അതായത് മിനിമം ഒരു 35%
സോഷ്യൽ സർവീസസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ മറ്റേത് മേജർ സ്റ്റേറ്റ്സ് എടുത്ത് നോക്കിയാലും അതിൽ വൺ ഓഫ് ദ ഹയസ്റ്റ് ആണ് കേരളത്തിലെ ഈ ഒരു സോഷ്യൽ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള സ്പെൻഡിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്ലൈമറ്റ് റെസിലിയൻസ് ആണ്. ഇപ്പൊ 2026 നമ്മൾ ബഡ്ജറ്റ് വന്ന സമയത്തും ക്ലൈമറ്റ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നായിരുന്നു. ക്ലൈമറ്റ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള അലൊക്കേഷൻസ്, സ്കീംസ്, പ്രോഗ്രാംസ് ഇതൊക്കെ ക്ലൈമറ്റ് റെസിലിയന്റ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അപ്പം ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും എൻവയോൺമെന്റൽ റിസ്കിന് അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നൊരു ക്ലോസ് വെച്ചു. അപ്പൊ ഇതായിരുന്നു ക്ലൈമറ്റ് ബഡ്ജറ്റിംഗിന്റെ ഒരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ക്ലോസ് എന്ന് പറയും. ഇനി അടുത്തത് വിമൻ ലെഡ് ഡെവലപ്മെന്റ് ആണ്. വിമൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നമ്മൾ ഫസ്റ്റ് ലോക്കൽ ലെവലിൽ വിമൻ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് വരുന്ന കോൺസെപ്റ്റ് ആണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. ഇപ്പം കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരു ചെറിയ ചിട്ടി ആ ഒരു ലെവലിൽ മൈക്രോ ക്രെഡിറ്റിൽ നിന്നൊക്കെ വളരെയധികം മെച്ചപ്പെട്ട് ഇപ്പൊ ഹൈടെക് സ്റ്റാർട്ടപ്സും ബ്രാൻഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് കുടുംബശ്രീ ഷോപ്പി ഉണ്ട്, പിന്നെ നമുക്ക് സുഭിക്ഷ പോലുള്ള ഉച്ചയൂണ് കിട്ടുന്ന ഹോട്ടൽസ് ഉണ്ട് കുടുംബശ്രീ നടത്തുന്നത്. കുടുംബശ്രീ ചിക്കൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അപ്പൊ വിമൻ ലെഡ് ഡെവലപ്മെന്റ് നമ്മുടെ കേരളം വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. അപ്പം നമ്മുടെ ഹെൽത്തിലാണെങ്കിലും എഡ്യൂക്കേഷനിലാണെങ്കിലും ആണ് കേരളം ഏറ്റവും കൂടുതൽ എക്സൽ ചെയ്ത് നിൽക്കുന്നത് മറ്റ് സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുന്നത്. അപ്പം പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഹെൽത്തിലും ഹയർ എഡ്യൂക്കേഷനിലും നമ്മുടെ കേരളം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ക്യാപിറ്റൽ ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഏതൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെങ്കിലോ അതിൽ ബേസിക് ആയിട്ട് വേണ്ടുന്ന ഒരു സംഭവം ക്യാപിറ്റലാണ്. അപ്പൊ ആ ഒരു ക്യാപിറ്റൽ ഗ്യാപ്പ് അഡ്രസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന മോഡൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് എക്സ്പോർട്ട് ഓറിയന്റേഷൻ ആണ്. അപ്പം 2030 ആവുമ്പോഴത്തേക്കും ഇതൊന്ന് നോട്ട് ചെയ്തേക്കും. 2030 ആവുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്സിൽ കേരളത്തിന്റെ ഷെയർ ഡബിൾ ചെയ്യണം എന്നൊരു ടാർഗറ്റ് കേരളം വെച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്പൈസസ്, സീ ഫുഡ് ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, ഇനി ഹയർ എഡ്യൂക്കേഷൻ റിഫോം. ഹയർ എഡ്യൂക്കേഷൻ റിഫോം ആണെങ്കിൽ 3 റീജിയണൽ സയൻസ് സിറ്റീസ് 2025 കമ്മീഷൻ ചെയ്യും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മെയിൻ ആയിട്ടും ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സയൻസ് സിറ്റീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബ്ലൂ എക്കണോമി എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. നമ്മൾ ഈ ബ്ലൂ എക്കണോമി എന്ന് എപ്പോഴും കേൾക്കുമ്പോഴും ഒരു മറൈൻ കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത് നമ്മുടെ മാരിടൈം സെക്ടർ, കേരളത്തിന് വളരെ വിശാലമായ ഒരു മാരിടൈം അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ലൈൻ ഒക്കെ ഉണ്ട്. So this maritime sector is now recognized as a distinct economic engine. അതായത് കേവലം ഒരു മത്സ്യബന്ധനം എന്നതിനപ്പുറത്തേക്ക് പോർട്ട് ലെഡ് ലോജിസ്റ്റിക്സിലേക്ക് ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം പോർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ പോർട്ടാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. വളരെയധികം എക്സ്പോർട്ട് വാല്യൂ ഉള്ള അല്ലെങ്കിൽ അത്തരം കാർഗോ ഹാൻഡിൽ ചെയ്യാൻ എക്യുപ്ഡ് ആണ് വിഴിഞ്ഞം പോർട്ട്. അപ്പൊ ഇത് നമ്മുടെ ബ്ലൂ എക്കണോമിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അപ്പൊ ഇത്തരം പോർട്സ് വരുന്നതും പിന്നെ നമ്മൾ ഫിഷിംഗ് ഹാർബേഴ്സും ഇപ്പൊ വളരെയധികം ഡെവലപ്ഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ചവറ, നീണ്ടകര അങ്ങനത്തെ ആ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഫിഷിംഗ് ഹാർബേഴ്സ് ഒക്കെ വളരെയധികം എൻഹാൻസ് ചെയ്തു. അപ്പം ഈ നമ്മളിനിയിപ്പോ ഫിഷ് ആണെങ്കിൽ കൂടി പ്രോസസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ഫോർമുലാസും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് മറ്റ് റോ ആയിട്ടുള്ള രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബ്ലൂ എക്കണോമിയെ ഫോസ്റ്റർ ചെയ്യുന്ന ഐഡിയാസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു ബ്രോഡ് ഗൈഡ് ലൈൻ എന്നോണം കേരള എക്കണോമിനെ കുറിച്ച് പഠിക്കാനായത്. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഒരു റീഡിസ്ട്രിബ്യൂട്ടീവ് ഗ്രോത്ത് മോഡലിന് നമ്മളൊരു നോളജ് ലെഡ് ഗ്രോത്ത് മോഡൽ അല്ലെങ്കിൽ നോളജ് ലെഡ് പ്രൊഡക്ഷൻ ഇക്കണോമിയിലേക്ക് നമുക്കൊരു ട്രാൻസിഷൻ സംഭവിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ GSDP ഗ്രോത്ത് നമ്മുടെ നാഷണൽ ആവറേജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ ആ ഒരു ഗ്രോത്ത് റേറ്റ് കുറവാണ്. അതേസമയം പെർ ക്യാപിറ്റ GSDP നമ്മുടെ നാഷണൽ ആവറേജിനേക്കാളും കൂടുതലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഫിസ്ക്കൽ കൺസോളിഡേഷനിൽ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഏകദേശം 3.16% ആയിട്ട് കുറച്ചു. സോ അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, പോയിന്റ് ആണ്. 3.16% ആയിട്ടാണ് നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇപ്പൊ സ്റ്റേറ്റ് കുറച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ജനറലി ഈ ഒരു കേരള ഇക്കണോമിനെ കുറിച്ച് നോക്കാനുള്ളത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ ആരെങ്കിലും? ഓക്കെ, ഫൈൻ. ഇനി നമുക്കൊരു സെക്ടറൽ അനാലിസിസ് ആണ് നോക്കാനുള്ളത്. അതായത് നമ്മൾ സെക്ടേഴ്സ് ഓഫ് ദി എക്കണോമി എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, ഇപ്പം ക്വാട്ടനറി, ക്വിനറി സെക്ടേഴ്സ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്രൈമറി സെക്ടറിനെ കുറിച്ച് നോക്കാം. ഇപ്പൊ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും റോ മെറ്റീരിയൽസും അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരുന്ന അത്തരത്തിലുള്ള സെക്ടേഴ്സിനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. അതിന്റെ മോസ്റ്റ് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അഗ്രികൾച്ചർ, ഫിഷറീസ്, മൈനിങ് എന്നൊക്കെ പറയും. ഇപ്പം പ്രൈമറി സെക്ടർ ആണെങ്കിലും നമ്മുടെ ഇപ്പൊ കറന്റ്ലി സെക്ടറൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 8.1% ആണ്. സോ ഇതിലൊരു വാല്യൂ അഡിഷൻ ഫോക്കസ് ഉണ്ട്. അതായത് ദ ഷിഫ്റ്റ് ഇസ് ഫ്രം കൾട്ടിവേഷൻ ടു അഗ്രോ പ്രോസസിങ്. അപ്പം നമ്മൾ ജസ്റ്റ് കൾട്ടിവേഷനിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അഗ്രോ പ്രോസസിങ്ങിന് ഒരു എംഫസിസ് കൊടുക്കുന്നുണ്ട്. അപ്പം 2026 ഇപ്പൊ ഇതിനോടകം തന്നെ നമുക്ക് ഏകദേശം 20 ന്യൂ ഫുഡ് പാർക്സ് വന്നിട്ടുണ്ട്. ഇവർ അഗ്രോ പ്രോസസിങ്ങിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഒരു ഗ്രോത്ത് റിക്കവറി ഈ ഒരു സെക്ടറിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് വളരെ കാലമായിട്ട് സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് കിടന്നൊരു സെക്ടർ ആയിരുന്നു. ആൻഡ് ദിസ് സെക്ടർ ഗ്രൂ അറ്റ് 2.36% ഇൻ 2024-25. അതായത് 2024-25 ആയപ്പോഴത്തേക്കും 2.36% ആണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായ ഗ്രോത്ത്. ഇനി ഫിഷറീസ് സെർച്ച്, ഫിഷറീസ് എന്ന് പറയുമ്പോൾ ദിസ് സെക്ടർ ഗ്രൂ ബൈ 10.55%. ഫിഷറീസ് സെക്ടർ നമ്മുടെ അഗ്രികൾച്ചറിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു മാസീവ് സർജ് ആണ് ഫിഷറീസ് സെക്ടറിൽ ഉണ്ടായത്. മെയിൻ ആയിട്ടും ഡീപ് സീ ഫിഷിങ്, അതുപോലെ തന്നെ ഇൻലാൻഡ് ബയോഫ്ലോക്ക് അക്വാകൾച്ചർ, ഇതിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന്റെ ഫിഷറീസ് സെക്ടറിന് ഇത്രയും അധികം ഡെവലപ്മെന്റ് കാണാൻ സാധിച്ചത്. ഇനി അടുത്തതായിട്ട് പ്ലാന്റേഷൻ ക്രൈസിസ് മാനേജ്മെന്റ്. പ്ലാന്റേഷൻസ് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ കോഫി, ടീ, പെപ്പർ, കാർഡമം, ഇതൊക്കെ പ്ലാന്റേഷൻസിൽ വരുന്നതാണ്. അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ലാർജ് സ്കെയിലിൽ നമ്മൾ ക്രോപ്പ് കൾട്ടിവേഷൻ നടത്തുമ്പോൾ ബേസിക്കലി നമ്മൾ അതിന് പ്ലാന്റേഷൻ എന്ന് പറയും. അപ്പം ഈ പ്ലാന്റേഷന്റെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്സ് ലോഞ്ച് ചെയ്തു. മെയിൻ ആയിട്ടും റബ്ബറും കോഫിയും, റബ്ബറിനെയും കോഫിനെയും കേന്ദ്രീകരിച്ചിട്ടാണ് ഇത്തരത്തിൽ ന്യൂ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്സ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഗ്ലോബലി നമുക്ക് എന്തെങ്കിലും പ്രൈസ് വോളറ്റൈലിറ്റി ഉണ്ടെങ്കിൽ, റബ്ബറിന്റെ കേസിലൊക്കെ ആണെങ്കിൽ കേരളത്തിന്റെ എക്കണോമി അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു സെൽഫ് സഫിഷ്യൻസി കൊണ്ടുവരിക, ഗ്ലോബൽ ഫ്ലക്ച്വേഷൻസ് നമ്മളെ അധികം അഫക്ട് ചെയ്യാതിരിക്കുക, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്സ് കൊണ്ടുവരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ഹോർട്ടിക്കൾച്ചർ മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കേരള ഹാസ് ബിക്കം എ മേജർ എക്സ്പോർട്ടർ ഓഫ് വാല്യൂ ആഡഡ് പൈനാപ്പിൾ ആൻഡ് എക്സോട്ടിക് ഫ്രൂട്ട്സ് ടു വെസ്റ്റ് ഏഷ്യ. അപ്പം വാല്യൂ ആഡഡ് പൈനാപ്പിൾ മെയിൻ ആയിട്ട് നമ്മുടെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പം ഈ തരത്തിലുള്ള ഫ്രൂട്ട്സിന്റെയും മറ്റ് എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെയും ഒരു മേജർ എക്സ്പോർട്ടർ ആയിട്ട് കേരളം മാറി. മെയിൻ ആയിട്ട് നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുന്നത് വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിലോട്ടാണ്. ഇനി അടുത്തതായിട്ട് ഓർഗാനിക് ബ്രാൻഡിംഗ് ആണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഓർഗാനിക് ബ്രാൻഡിംഗ് എന്ന് പറയുമ്പോൾ കേരള ഓർഗാനിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഗ്ലോബലി നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു. അത് ഏകദേശം 2025 ലാസ്റ്റിലൊക്കെയാണ് ലോഞ്ച് ചെയ്തത്. ഇതിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ലോക്കൽ ഫാർമേഴ്സിന് പ്രീമിയം പ്രൈസ് കിട്ടുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ കേരള ഓർഗാനിക് ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അഗ്രി സ്റ്റോക്ക് ഇംപ്ലിമെന്റേഷൻ ആണ്. നമ്മുടെ കേരളമാണ് ഇന്ത്യയിലെ തന്നെ ഇറ്റ്സ് എ ഫസ്റ്റ് സ്റ്റേറ്റ് ടു പ്രൊവൈഡ് എ ഡിജിറ്റൽ ID ഫോർ എവറി ഫാം പ്ലോട്ട്, ലിങ്കിങ് ദം ടു ഇൻഷുറൻസ് ആൻഡ് സബ്സിഡീസ്. അപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇനി ഇന്ത്യൻ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മേജർ ഇഷ്യൂസ് ആണ് നമ്മുടെ ലാൻഡ് ഹോൾഡിങ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി സ്മോൾ ആൻഡ് ഫ്രാഗ്മെന്റഡ്. അപ്പം ഇത്തരത്തിലുള്ള ഫാം പ്ലോട്ട്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത്തരം ഫാർമേഴ്സിന് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഇൻഷുറൻസ് ആണെങ്കിലും സബ്സിഡീസ് ആണെങ്കിലും അത് ഈസി ആയിട്ട് ആക്സസിബിൾ ആവാൻ വേണ്ടി എല്ലാ ഫാം പ്ലോട്ടിനും ഒരു ഡിജിറ്റൽ ID കൊടുത്തു. ഇതാണ് നമ്മൾ അഗ്രി സ്റ്റാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കേരള ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ. ഇനി നെക്സ്റ്റ് വൺ ലൈഫ് സ്റ്റോക്ക് ആണ്. നമ്മുടെ പ്രൈമറി സെക്ടറിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ അഗ്രികൾച്ചർ വാല്യൂന്റെ നിയർലി 30% 30 ഡയറിയും പൗൾട്രിയാണ്.
ഇപ്പൊ ഡയറിയും പൗൾട്രിയും അത്രത്തോളം ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നും നമുക്ക് ഇമ്പോർട്ട് റിലയൻസ് കുറയ്ക്കാൻ പറ്റി. വളരെ ഗണ്യമായ തോതിൽ അത് കുറഞ്ഞു എന്നുള്ളതാണ്. ഇനി അടുത്തതായി പ്രിസിഷൻ ഫാം. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു മോഡേൺ ഡേ അഗ്രികൾച്ചർ പ്രാക്ടീസ് ആണ്. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ക്രോപ്പിനും ആവശ്യമാവുന്ന ന്യൂട്രിയൻസ്, അവർക്ക് അനുയോജ്യമായ സോയില്, അവർക്ക് ആവശ്യമാനുസൃതം വാട്ടർ, അവർക്ക് ആവശ്യമായ ടെമ്പറേച്ചർ, ഇതൊക്കെ ടു പ്രിസൈസ് ആയിട്ട് ഓരോ ക്രോപ്പിനും അതിന്റെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്ന ഒരു ഫാമിംഗ് സിസ്റ്റം ആണ് പ്രിസിഷൻ ഫാമിംഗ്. അപ്പം നമ്മുടെ ഗവൺമെന്റ് സബ്സിഡീസ് ഫോർ ഡ്രോൺ ബേസ്ഡ് പെസ്റ്റിസൈഡ് സ്പ്രേയിങ് ആൻഡ് സെൻസർ ബേസ്ഡ് ഇറിഗേഷൻ വെർ ഡബിൾഡ് ഇൻ 2026 ബഡ്ജറ്റ്. 2026 കേരളത്തിലെ ബഡ്ജറ്റ് വന്ന സമയത്ത് ഈ ഡ്രോൺ വെച്ചിട്ടുള്ള പെസ്റ്റിസൈഡ് സ്പ്രേയിങ്ങും അതുപോലെ എന്താ ഇറിഗേഷൻ, സെൻസർ ബേസ്ഡ് ഇറിഗേഷൻ. എന്താണ് സെൻസർ ബേസ്ഡ് ഇറിഗേഷൻ? സെൻസർ ബേസ്ഡ് ഇറിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു ക്രോപ്പ് വാട്ടർ ഡെഫിഷ്യന്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വാട്ടർ അതിന് ലഭിക്കും. അതേസമയം ഇപ്പൊ വാട്ടർ ലോഗിങ് എന്നുള്ള ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇറിഗേഷൻ അവിടെ സ്റ്റോപ്പ് ആവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ സെൻസർ ബേസ്ഡ് ഇറിഗേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് റൈസിന്റെ സെൽഫ് സഫിഷ്യൻസി ആണ്. അപ്പം നമ്മുടെ കേരളത്തിലെ വൺ ഓഫ് ദ സ്റ്റേപ്പിൾ ഫുഡ് ക്രോപ്പും അതുപോലെ കൾട്ടിവേഷൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതായ ഒരു ക്രോപ്പാണ് റൈസ് അല്ലെങ്കിൽ പാഡി. അപ്പൊ നമുക്ക് 3 സീസൺസിലാണ് ബേസിക്കലി പാഡി കൾട്ടിവേഷൻ വരുന്നത്: വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. അപ്പൊ പുഞ്ച ഏരിയ, കൾട്ടിവേഷൻ ഏരിയ നമ്മൾ കുട്ടനാട്, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏകദേശം 12% ആണ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ ഇംപ്രൂവ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം. അതായത് ഇറിഗേഷൻ നെറ്റ്വർക്ക് കുറച്ചും കൂടെ വിപുലീകരിച്ചു, പ്രിസിഷൻ ഇറിഗേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ റൈസിന്റെ അണ്ടറിലുള്ള ഏരിയ കൾട്ടിവേഷൻ 12% ആണ് ഈ പാലക്കാട്, കുട്ടനാട് മീൻസ് ആലപ്പുഴ ആ ഒരു റീജിയനിൽ ഇൻക്രീസ് ചെയ്തത്. ഇനി സ്പൈസ് എക്സ്പോർട്സ്. അപ്പം കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ GI ടാഗ്ഡ് ആയിട്ടുള്ള ചില സ്പൈസ് ഉണ്ട്. GI ടാഗ് ഇപ്പം നമുക്ക് അറിയായിരിക്കും, എന്നാലും ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഏതെങ്കിലും സ്പെസിഫിക് ഏരിയയിൽ മാത്രമായിരിക്കും ഇതിന്റെ പ്രൊഡക്ഷൻ. അത് മാത്രമല്ല, ആ ഏരിയയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇതിന്റെ ഒരു മീൻസ് ഒരു കൈൻഡ് ഓഫ് പേറ്റന്റ് എന്നൊക്കെ പറയാം. അപ്പൊ GI ടാഗ്ഡ് സ്പൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വയനാട് പെപ്പർ അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ കേരളത്തിൽ തന്നെ ഒട്ടനവധി GI പ്രോഡക്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് മറയൂരില് ജാഗറി ഉണ്ട്, പിന്നെ പാലക്കാടാണെങ്കിൽ നമുക്ക് മട്ട റൈസ് ഉണ്ട്. ഇതെല്ലാം GI ടാഗ്ഡ് പ്രോഡക്ട്സ് ആണ്. അപ്പം യൂറോപ്യൻ യൂണിയൻ അണ്ടറിലുള്ള കൺട്രീസ് ഉണ്ടല്ലോ, അപ്പൊ അവരുടെ മാർക്കറ്റില് കേരളത്തിൽ നിന്ന് വരുന്ന ഇത്തരം GI ടാഗ്ഡ് സ്പൈസസിന്റെ ഒരു ഗ്രോത്ത് 20% നമുക്ക് വളർച്ച ഉണ്ടായി. അപ്പൊ ഇതും നമ്മുടെ പ്രൈമറി സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു അച്ചീവ്മെന്റ് ആണ്. ഇനി അടുത്തതായിട്ട് കോക്കനട്ട് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പൊ നമ്മുടെ കേരളത്തിന് തന്നെ നമ്മൾ കേരവൃക്ഷങ്ങളുടെ നാടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ കോക്കനട്ട് കൾട്ടിവേഷൻ ഉള്ള ഇന്ത്യയിലെ ലൈക് വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് ആണ് കേരളം. പക്ഷെ കോക്കനട്ട് ആ ഒരു ഫാമേഴ്സ് ആണെങ്കിലും അവർ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കോക്കനട്ടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ പോലും പ്രൊഡക്ടിവിറ്റി കുറവാണെന്നുള്ളതാണ്. അപ്പം പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഉൽപാദനം, പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ഉൽപാദന ക്ഷമതയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പ്ലോട്ട് എടുക്കുമ്പോൾ അവിടെ ഒരു 20 തേങ്ങ കിട്ടി, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ പറയാണ്. അപ്പൊ അതിലൊരു 8 എണ്ണവും അല്ലെങ്കിൽ ഒരു 12 എണ്ണവും കേടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 തേങ്ങ പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ പ്രൊഡക്ടിവിറ്റി എന്താണ് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് നീര, അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക്, ഇത്തരം പ്രോഡക്ട്സിന് എംഫസിസ് കൊടുത്തത് കൊണ്ട് ഈ കോക്കനട്ട് നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റി. അതായത് വാല്യൂ അഡിഷൻ നടത്തി, ഡൈവേഴ്സിഫിക്കേഷൻ നടത്തി. അതുകൊണ്ട് തന്നെ കോക്കനട്ടിന്റെ ഈ ഒരു എക്സ്പോർട്ട് മാർക്കറ്റ് വളരെയധികം ഇംപ്രൂവ് ആയി. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഈ കൊപ്ര പ്രൊഡക്ഷനിൽ മാത്രം ഈ കൊപ്ര പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന അതിന് മാത്രം എംഫസിസ് കൊടുത്ത ആ ഒരു ഏജ് ഓൾഡ് രീതിയിൽ നിന്നും നമ്മുടെ ആ ഒരു മാർക്കറ്റ് വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയി എന്നുള്ളതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ടും ഓർത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു ഇഷ്യൂ ആണ് ഫ്രാഗ്മെന്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ് എന്നുള്ളത്. അപ്പൊ ലാൻഡ് കൺസോളിഡേഷൻ കൊണ്ടുവന്നു. അപ്പം നമ്മുടെ കേരളത്തിന്റെ ഒരു യുണീക് പ്രോജക്റ്റ് ആണ് കേരളീയം ലാൻഡ് ബാങ്ക് പ്രോജക്റ്റ്. അപ്പൊ എന്താണ് ഈ ഒരു കേരളീയം ലാൻഡ് ബാങ്ക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ, ദിസ് അലൗഡ് ഫോർ ലാർജ് സ്കെയിൽ ഫാർമിംഗ് ഓൺ ഫാലോ ലാൻഡ്സ് ത്രൂ കോപ്പറേറ്റീവ്സ്. ഇപ്പൊ ഫാലോ ലാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഉപയോഗശൂന്യമായിട്ട് നടക്കുന്ന ഫെർട്ടൈൽ അല്ലാത്ത പ്രദേശം, മെയിൻ ആയിട്ട് ഉപയോഗശൂന്യം കൾട്ടിവേഷൻ ഇല്ലാത്ത പ്രദേശങ്ങളെയാണ് നമ്മൾ ഫാലോ ലാൻഡ്സ് എന്ന് വിളിക്കുക. അപ്പൊ അത്തരം ലാൻഡ്സ് കണ്ടുപിടിച്ച് കോപ്പറേറ്റീവ്സ്, സഹകരണ സംഘങ്ങളുടെ സഹായത്തോടു കൂടി ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഫാമിംഗ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കേരളീയം ലാൻഡ് ബാങ്ക് പ്രോജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ റൈസ് വെറൈറ്റീസിൽ സോൾട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് കൊണ്ടുവന്നു. സോൾട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് കൊണ്ടുവന്നാലുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റീജിയൻസിന് ഇതിന് വളരെയധികം അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പൊ സീ ലെവൽ റൈസ് ഒക്കെ ഉണ്ടായാൽ പോലും ഈ കൾട്ടിവേഷനെ അതൊരു നെഗറ്റീവായിട്ട് ഒരു പരിധി വരെ അത് ഇമ്പാക്ട് ചെയ്യത്തില്ല. നമ്മളിപ്പോ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, സീ ലെവൽ റൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കോൺസിക്വൻസ് എന്നോണം അഗ്രികൾച്ചറിലും ഇതിന് ഡയറക്റ്റ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. അപ്പൊ ഇത്തരം റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ക്ലൈമറ്റ് സ്മാർട്ട് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്കൊരു ലോങ് ടേമിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ. ഇനി അടുത്തതായിട്ട് അഗ്രി സ്റ്റാർട്ടപ്സ് ആണ്. അഗ്രി സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ന്യൂ ഇനിഷ്യേറ്റീവ്സ് ആണ്. അപ്പൊ നമുക്ക് ഏകദേശം 500-ൽ കൂടുതൽ സ്റ്റാർട്ടപ്സ് ആണ് കേരളത്തിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു അഗ്രി സെക്ടറിൽ. ഓക്കെ, അപ്പം ഫാം ടു ഫോക്ക് സപ്ലൈ ചെയിൻ. ഫാം ടു ഫോക്ക് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ഫാർം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഏരിയ ആണ്. അപ്പൊ ഫാർമിൽ നിന്നും ഫോർക്കിലേക്ക്, അതായത് നമ്മുടെ ഫൈനൽ കൺസ്യൂമറിലേക്ക് എത്തുന്ന ആ ഒരു സപ്ലൈ ചെയിന് ആക്റ്റീവ് ആവാൻ വേണ്ടി, അതായത് മിഡിൽ മെന്നിന്റെ മാർജിൻസ് കുറയ്ക്കാൻ. ഇപ്പൊ ഫാമേഴ്സിന് തന്നെ ഏറ്റവും കൂടുതൽ ഇവർക്ക് നഷ്ടം ഉണ്ടാകുന്നതിന്റെ മെയിൻ റീസൺ അൺഡ്യൂ ആയിട്ടുള്ള മിഡിൽ മെന്റെ ഇൻഫ്ലുവൻസ് ആണ്. ഇവരെ ഒരു തരത്തില് ഫാമേഴ്സിനെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യും. അപ്പൊ ഇത്തരം സ്റ്റാർട്ടപ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സപ്ലൈ ചെയിൻ കുറച്ചും കൂടി നമുക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റും. അത് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ അനിമൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി മൊബൈൽ വെറ്റിനറി യൂണിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് അക്രോസ് ഓൾ ദ 14 ഡിസ്ട്രിക്ട്സ് ടു എൻഷുർ സീറോ ഔട്ട്ബ്രേക്ക് സോൺസ് ഫോർ ലൈഫ് സ്റ്റോക്ക്. അതായത് നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഇപ്പൊ റീസെന്റ് ഇയേഴ്സിലാണെങ്കിലും ഈ പക്ഷിപ്പനി വരുന്നു, നമ്മൾ കോഴികളെയൊക്കെ കൂട്ടത്തോടെ ചുട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്, ലൈഫ് സ്റ്റോക്കിനെ നശിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം പെട്ടെന്നൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഡയറി സെക്ടർ അല്ലെങ്കിൽ പൗൾട്രി സെക്ടറിനൊക്കെ ഭയങ്കരമായ ഒരു തെറ്റാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ വെറ്റിനറി യൂണിറ്റ്സ് എല്ലാ ഡിസ്ട്രിക്ട്സിലും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലോറികൾച്ചർ. എന്താണ് ഫ്ലോറികൾച്ചർ? ഫ്ലോറികൾച്ചർ ബേസിക്കലി നമ്മള് ഫ്ലവേഴ്സ്, നമ്മുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഫ്ലവേഴ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പം ഫ്ലോറികൾച്ചറിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജാസ്മിൻ തുടങ്ങിയ മറ്റു ട്രഡീഷണൽ ഫ്ലവേഴ്സ് NRI ഡയസ്പോറയ്ക്കോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം ഒരു 500 കോടിയോളം വാല്യൂ വരുന്ന ഒരു സബ്സെക്ടർ ആയിട്ട് മാറി എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇറിഗേഷൻ മോഡേണൈസേഷൻ. ഇറിഗേഷൻ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ലാർജ് ഡാംസ് ഒക്കെയാണ്, കേരളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ ഡാംസ് ഉണ്ട്. അപ്പൊ ഇത്തരം ലാർജ് ഡാംസിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രിസിഷൻ ഇറിഗേഷൻ, അപ്പൊ അത്തരം മൈക്രോ ഇറിഗേഷൻ അല്ലെങ്കിൽ ചെക്ക് ഡാം നെറ്റ്വർക്ക്സ്, അപ്പൊ ഇത്തരം ഒരു ഷിഫ്റ്റ് ഉണ്ടായി. അപ്പൊ നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലും ഫേസ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് വാട്ടർ ടേബിൾ, നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ് ഈ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ ഒരു ഡിപ്ലീഷൻ, അതായത് അതിന്റെ ഒരു ലെവല് നമുക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് ആണ്. അപ്പൊ ഇത് തടയാൻ വേണ്ടിയിട്ട് മൈക്രോ ഇറിഗേഷൻ അതുപോലെ ചെക്ക് ഡാം നെറ്റ്വർക്ക്സ് ഒക്കെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് വാട്ടർ ടേബിളിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് FPO നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പം അവരാണ് ഇപ്പൊ ഏകദേശം നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റിന്റെ 40% ഹാൻഡിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാർബൺ ഫാമിംഗ് ആണ്. സോ കേരള ഇസ് പൈലറ്റിംഗ് കാർബൺ ക്രെഡിറ്റ്സ് ഫോർ ഫാമേഴ്സ് മെയിൻറ്റെയിനിങ് ട്രഡീഷണൽ കാവ് ആൻഡ് അഗ്രോ ഫോറസ്ട്രി. അപ്പൊ കാർബൺ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാർബൺ ഫുട് പ്രിന്റ് ജനറേറ്റ് ചെയ്യുന്ന സെക്ടേഴ്സിൽ ഒന്നാണ് അഗ്രികൾച്ചർ സെക്ടർ. അപ്പം നമ്മുടെ കേരളത്തില് ഇപ്പൊ ഈ ഒരു കാർബൺ ക്രെഡിറ്റ്സ് കൊടുക്കുന്നുണ്ട് ഫാമേഴ്സിന്. എങ്ങനെയുള്ള ഫാമേഴ്സിനാണ് ഈ കാർബൺ ക്രെഡിറ്റ്സ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേക്രഡ് ഗ്രോവ്സ് ഉണ്ടല്ലോ, കാവ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കും അഗ്രോ ഫോറസ്ട്രി, അതായത് നമ്മൾ അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ ഫോറസ്ട്രിയും കൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അഗ്രോ ഫോറസ്ട്രി. അതായത് നമ്മൾ ഫോറസ്റ്റിൽ കാണുന്ന ടൈപ്സ് ട്രീസും കൾട്ടിവേറ്റ് ചെയ്യും, അതിന്റെ കൂടെ തന്നെ നമ്മൾ ക്രോപ്സും കൾട്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഇത്തരം
രീതികൾ പിന്തുടരുന്ന ഫാമേഴ്സിന് അവർക്ക് കാർബൺ ക്രെഡിറ്റ്സ് നമ്മുടെ കേരളം ആക്ച്വലി പൈലറ്റിംഗ്, അത് ഒരു ഗ്രൗണ്ട് സ്റ്റേജിൽ വർക്കിംഗ് ആണ്, ഇതുവരെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടും നമ്മുടെ പ്രൈമറി സെക്ടറിൽ ഉണ്ടായി വന്ന ചേഞ്ചസും, അതുപോലെ തന്നെ ഈ സെക്ടറിന്റെ കുറച്ചും കൂടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നു എന്നുള്ളത്. സ്കീംസ് ഉണ്ട്, അത് നമ്മൾ ലാസ്റ്റ് സ്കീംസ് എല്ലാം ഒന്നും. അപ്പൊ ഇത്രയാണ് പ്രൈമറി സെക്ടർ.